ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് നിശ്ചയ ബുദ്ധി നിശ്ചിന്തം. ഇന്നത്തെ അവ്യക്ത സൂചന: സദാ ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ കഴിയുന്നവരാണ് നിശ്ചയബുദ്ധി നിശ്ചിന്തം സ്ഥിതിയിലുള്ളവർ. പറക്കുന്ന കലയിൽ അവർക്ക് സ്ഥിതി ചെയ്യാൻ സാധിക്കും. പറക്കുന്ന കല അർത്ഥം ഉയർന്നതിലും ഉയർന്ന സ്ഥിതി. അവരുടെ ബുദ്ധിയാകുന്ന പാദം ഭൂമിയിലല്ല, അതായത് ദേഹബോധത്തിനും ഉപരി സ്ഥിതി ചെയ്യുന്നവർ. ആരാണോ ദേഹബോധത്തിൻ്റെ ഭൂമിയിൽ നിന്നും ഉപരി കഴിയുന്നത് അവരാണ് മാലാഖ. അവരുടെ സമ്പർക്കത്തിൽ ഏതൊരാത്മാവ് വന്നാലും അവർ കുറച്ച് സമയത്തേക്ക് പോലും ശീതളത അഥവാ ശാന്തിയുടെ അനുഭൂതി ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ബാബ ദിവസേന കേൾപ്പിക്കുന്നു, അവ്യക്ത ശാന്തിയിൽ അഥവാ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കുന്നതിലൂടെ എന്തെല്ലാം ലാഭമാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ച്. ദേഹഭാരമെന്ന് പറയുന്ന സമയത്ത് ദേഹം തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. ആത്മാവ് എപ്പോഴാണോ ഈ ദേഹത്തിൽ വസിക്കുന്നത് അപ്പോഴാണ് ഇതിനെ ജീവാത്മാവെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആത്മാവിന് ഈ ശരീരമുണ്ടെന്നുള്ള ഭാരം ഉണ്ടാകും, പക്ഷേ ദേഹാഭിമാനം നമ്മളിൽ പാടില്ല. നമ്മളിൽ ദേഹാഭിമാനമുണ്ട് എങ്കിൽ എന്തെല്ലാമാണോ ഈ ഭൂമിയിൽ നടക്കുന്നത്, അർത്ഥം പരിതസ്ഥിതികൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നത്, അതിൻ്റെ പ്രഭാവവും നമ്മളിൽ പതിയും. അഥവാ നമ്മൾ ആത്മസ്ഥിതിയിലാണ് കഴിയുന്നതെങ്കിൽ ഡ്രാമയിൽ എന്തെല്ലാം ദൃശ്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദൃശ്യത്തെയും നമ്മൾ ഡ്രാമയിലെ സീനുകളായി കാണാൻ സാധിക്കും. അതിനാൽ ഓരോ പരിതസ്ഥിതിയുടെ പ്രഭാവവും നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയിന്മേൽ പതിയുകയാണെങ്കിൽ ബാബയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ശക്തികളുടെ അല്ലെങ്കിൽ പ്രാപ്തികളുടെ അനുഭൂതി നമ്മളിൽ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ പരിതസ്ഥിതി ശരിയാവാനാണ്? ഓരോ പരിതസ്ഥിതിയും വരാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും കർമ്മത്തിൻ്റെ കണക്കുകളായിരിക്കും. അപ്പോൾ ആ കർമ്മത്തിൻ്റെ കണക്ക് തീർക്കാനായി നമുക്ക് തീർച്ചയായിട്ടും ബാബയുടെ സ്മൃതി അത്യാവശ്യമാണ്. അപ്പോൾ ബാബയുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കൂ, അല്ലെങ്കിൽ ബാബയുടെ സഹായത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുകയുള്ളൂ. കാര്യത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആത്മാവെന്നുള്ള ഓർമ്മ മാത്രമല്ല, ആത്മസ്മൃതി ഉണ്ടെങ്കിലേ ആത്മീയ ഗുണങ്ങൾ, ശാന്തി, പ്രേമം, പവിത്രത, ഈ സ്ഥിതിയെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് ശാന്തമായ സ്ഥിതി ചെയ്യണം. അപ്പോൾ ദേഹം, ദൈഹിക പരിതസ്ഥിതി, ലോകത്തിലെ പരിതസ്ഥിതി ഒരിക്കലും നമ്മുടെ മനസ്സിനെ ആകർഷിക്കരുത്. രമേഷ് ഭായിജിയുടെ ഒരു അനുഭവത്തിൽ പറഞ്ഞിരുന്നു, ഓരോ ചുവടിലും ബാബയ്ക്ക് വിപരീതമായ പരിതസ്ഥിതികൾ വന്നിരുന്നു, എന്നാൽ എല്ലാത്തിലും മംഗളം മാത്രമാണ് സംഭവിച്ചത്. വിപരീത പരിതസ്ഥിതി അർത്ഥം സഫലമാകില്ല എന്നുള്ളതല്ല. വിപരീത പരിതസ്ഥിതി വന്നാലും സഫലതയുണ്ടാകും. ബാബ ഡ്രാമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ ബാബയുടെ സഹായത്തിൻ്റെ അനുഭവം നമ്മൾ എടുത്തോ എന്നുള്ളതാണ്. താങ്കൾ ചരിത്രം കേട്ടിട്ടുണ്ടാകുമല്ലോ. ബാബയുടെ സമ്പത്ത് വീതം വെച്ചപ്പോൾ ബാബയ്ക്ക് ഒരിക്കലും പൈസയായിട്ട് ലഭിച്ചിരുന്നില്ല, വജ്രങ്ങളായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ബാബ ഒന്നും തന്നെ പറഞ്ഞില്ല. എല്ലാത്തിനും ബാബയ്ക്ക് നേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ വജ്രത്തിൻ്റെ വില കൂടിക്കൊണ്ടേയിരുന്നിരുന്നു. ബാബ അത് വിറ്റപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ ലഭിക്കുകയും ചെയ്തു. അതായത് ബാബയ്ക്ക് ലഭിക്കേണ്ട പൈസയെക്കാളും കൂടുതൽ പൈസയാണ് ഈ വജ്രങ്ങൾ വിറ്റപ്പോൾ ലഭിച്ചത്. മംഗളമുണ്ടായില്ലേ? പിന്നീട് ബാബയ്ക്ക് നോട്ടീസ് വന്നു, ബംഗ്ലാവ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ്. ബാബ ഈ 350 സഹോദരിമാരെയും വെച്ച് എവിടേക്ക് പോകാനാണ് പെട്ടെന്ന്? അങ്ങനെ ഓരോ തവണയും തീർച്ചയായിട്ടും അതിലേറെ നല്ലതാണ് സംഭവിച്ചത് ഓരോ കാര്യത്തിലും. ഇത് നമ്മൾ ബാബയിൽ നിന്നും പഠിക്കണം. ഏതൊരു പരിതസ്ഥിതി വരികയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിശ്ചയ ബുദ്ധി ഉറച്ചതായിരിക്കണം. നിശ്ചയത്തിൽ ബലവുമുണ്ട്, നിശ്ചയത്തിൽ വിജയവുമുണ്ട്. നിശ്ചയത്തിൻ്റെ ആധാരത്തിലൂടെ ലഭിക്കുന്ന ശക്തി, അതിനോടൊപ്പം
നമുക്ക് നിശ്ചിന്ത സ്ഥിതിയിലിരിക്കാൻ സാധിക്കും. സങ്കല്പങ്ങളിൽ കലർപ്പുണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കും, ഏത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ശരിയാണോ അല്ലയോ, ഇതിലൂടെ തന്നെ നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. പലതവണ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എൻ്റെ സങ്കല്പത്തിൽ എന്തെങ്കിലും കലർപ്പുണ്ടോ, എന്തെങ്കിലുമൊക്കെ കലർപ്പ് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. കലർപ്പുണ്ട് എങ്കിൽ നിശ്ചിന്ത സ്ഥിതിയിലിരിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. നിശ്ചിന്തമല്ല എങ്കിലോ ബാബയുടെ സഹായത്തിൻ്റെ അനുഭവവും നമുക്ക് ലഭിക്കില്ല. ബാബ എന്താ പറയുക, നിങ്ങൾ ചെയ്തോളൂ. അതുകൊണ്ട് എന്തു ചെയ്യണം? സദാ ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചയബുദ്ധി ആയിത്തീരണം. അതുപോലെ നിശ്ചിന്തമായാൽ മാത്രമേ നമുക്ക് പറക്കുന്ന കലയുടെ അനുഭൂതി ലഭിക്കുകയുള്ളൂ. പറക്കുന്ന കല അർത്ഥം ഉയർന്നതിലും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർ. അവരുടെ ബുദ്ധിയാകുന്ന കാല് ഒരിക്കലും ഭൂമിയിൽ പതിയുകയില്ല. ആരാണോ ദേഹഭാരത്തിൻ്റെ ഭൂമിയിലും ഉപരിയിലിരിക്കുന്നത് അവരാണ് ഫരിഷ്തകൾ അഥവാ മാലാഖകൾ. അതായത് അവർക്ക് ഈ ലോകത്തിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ പ്രഭാവം അവരിൽ പതിയില്ല. അവരുടെ സമ്പർക്കത്തിലേക്ക് വരുന്ന ആത്മാക്കളും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ശീതളതയുടെയും ശാന്തിയുടെയും അനുഭൂതി ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ സ്വഭാവം, നമ്മുടെ സ്ഥിതി, ഇതിലൂടെ മറ്റാത്മാക്കൾക്ക്, അന്യാത്മാക്കളിലേക്ക് പ്രഭാവം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കൂ, അവ്യക്ത ശാന്തിയിലിരിക്കൂ. ദേഹഭാരത്തിൽ നിന്നും, ദേഹഭാരമർത്ഥം തൻ്റെ ദൈഹിക സ്വഭാവങ്ങൾ, ദൈഹിക വൈബ്രേഷൻ, അതുപോലെ സ്ഥിതി, ഇതിൽ നിന്നും ഉപരാമമായിരിക്കണം. ഇവിടെയുള്ള പരിതസ്ഥിതിയിൽ മനസ്സും ബുദ്ധിയും ബിസിയാകരുത്. പരിതസ്ഥിതിയും കാര്യവ്യവഹാരങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഡീപ്പ് സൈലൻസിൻ്റെ, ഡബിൾ ലൈറ്റിൻ്റെ സ്ഥിതിയിലിരിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. ഓം ശാന്തി.